ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. മനുഷ്യൻ പ്രകൃത്യ പൂർണ്ണതയെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, സാംക്രമിക രോഗങ്ങളെപ്പോലെ ഉത്കൃഷ്ട ഗുണങ്ങളും സംക്രമണം ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ്. തൻ്റെ ധാർമ്മിക ഗുണങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്ന നിലയിലെത്തിക്കാൻ വിശ്വാസി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഉന്നതമായ ഏതൊരു സംഗതിയും അതിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചവും ആകർഷണവും ഇല്ലാതിരിക്കുവോളം അത് ശ്ലാഘനീയവും പ്രവർത്തനക്ഷമവും ആകാവതല്ല. അതിലെ വെളിച്ചം മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുകയും കാന്തിക ഭാവം വലിച്ചടുപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കർമ്മത്തിൻ്റെ സമുന്നതമായ സവിശേഷതകൾ സ്വയമേവ മറ്റുള്ളവരെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നോക്കുക, ഹാത്തിമിന് സൽപ്പേര് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കീർത്തി കേട്ട ഉദാരത നിമിത്തമാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ടായിരുന്നു എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുപോലെ റുസ്തമിൻ്റെയും അസ്ഫന്ദിയാറിൻ്റെയും ധീരകഥകൾ പൊതുജനങ്ങൾക്ക് ഹൃദിസ്ഥമാണല്ലോ. എങ്കിലും അത് ആത്മാർത്ഥമായിരുന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മനുഷ്യൻ സത്യവിശ്വാസിയാകാതിരിക്കുവോളം അവൻ്റെ സൽപ്രവൃത്തികൾ അവയെത്ര തന്നെ മഹത്തരമാണെങ്കിലും പ്രകടനാത്മകതയുടെ പുറമോടിയിൽ നിന്ന് മുക്തമാകുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും അവരിൽ നന്മയുടെ വേരുള്ളതിനാൽ എല്ലാ നിലയിലും ആദരദൃഷ്ടിയോടെ വീക്ഷിക്കപ്പെടുന്ന വിലയേറിയ കാതലാണിത്. അതിനാൽ പുറമോടികളും പ്രകടനാത്മകതയുമൊക്കെയാണെങ്കിലും ആ കർമ്മങ്ങൾ സാദരം വീക്ഷിക്കപ്പെടുന്നു. ഖാജ സാഹിബ് എന്നോടൊരു സംഭവം പറഞ്ഞിരുന്നു. ആ കഥ ഞാൻ സ്വയം വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എലിസബത്ത് രാജ്ഞിയുടെ കാലത്ത് ഹോളണ്ടിലെ സുറ്റ്ഫെൻ കോട്ട വളഞ്ഞാക്രമിച്ചപ്പോൾ സർ ഫിലിപ്പ് സിഡ്നിക്ക് മുറിവേൽക്കുകയുണ്ടായി. കഠിനമായ വേദനയും ദാഹവും കൊണ്ട് പുളഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിനായി ഒരു പാത്രത്തിൽ വെള്ളം നൽകപ്പെട്ടു. വെള്ളത്തിന് ക്ഷാമം നേരിട്ടിരുന്ന നാടായിരുന്നു അത്. മുറിവേറ്റ് ദാഹിച്ചു വലഞ്ഞ മറ്റൊരു ശിപ്പായിയും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അയാൾ കൊതിയോടും ആഗ്രഹത്തോടും കൂടി സർ ഫിലിപ്പ് സിഡ്നിയെ നോക്കാൻ തുടങ്ങി. അയാളുടെ ആഗ്രഹം കണ്ട സിഡ്നി ആ പാത്രത്തിൽ നിന്ന് കുടിക്കാതെ നിസ്വാർത്ഥതയോടെ ശിപ്പായിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെന്നേക്കാൾ ആവശ്യം താങ്കൾക്കാണ്. മരണസമയത്തു പോലും ജനങ്ങൾ പ്രകടനാത്മകതയിൽ നിന്ന് പിന്മാറുന്നില്ല. തങ്ങൾ ഉന്നത ധാർമ്മിക ഗുണങ്ങളുള്ള മനുഷ്യരാണെന്ന് സ്ഥാപിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രായണ ചെയ്യുന്ന പ്രവൃത്തികളാണിവ. ദുരിതഘട്ടങ്ങളിൽ മനുഷ്യൻ എപ്പോഴും സതുദ്ദേശത്തോടെയല്ല പ്രവർത്തിക്കുന്നതെന്ന് ചുരുക്കം. എന്നാൽ മനുഷ്യൻ എന്തുകൊണ്ട് എല്ലാ നന്മകളെയും പിൻപറ്റുന്നില്ല എന്നതാണ് ചോദ്യം. ഇതിന് മറുപടിയായി എനിക്ക് പറയാനുള്ളത്, ഒരു സംഗതിയിൽ പൂർണ്ണമായ പരിമളം ഇല്ലാതിരിക്കുവോളം മനുഷ്യൻ പ്രകൃത്യാ ഒന്നിനെയും പിൻപറ്റുന്നില്ല എന്നാണ്. അള്ളാഹു എന്നെന്നും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുകയും ഖാത്തമുൻ നബിയിന് ശേഷം മുജദ്ദിദീങ്ങളുടെ ശൃംഖല തുടരുകയും ചെയ്തതിലെ തത്വരഹസ്യവും ഇതുതന്നെയാണ്. എന്തെന്നാൽ കർമ്മ മാതൃകയോടൊപ്പം ആത്മീയ ആകർഷണവും സ്വാധീന ശക്തിയുമുള്ളവരാണിവർ. അവരുടെ അസ്തിത്വങ്ങളിൽ നന്മകളുടെ തികവ് കാണാം. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃത്യാ പൂർണ്ണതയെ പിൻപറ്റാനാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യപ്രകൃതത്തിൽ ആ കഴിവില്ലായിരുന്നെങ്കിൽ പ്രവാചകത്വ ശൃംഖലയുടെ തന്നെ ആവശ്യം നേരിടുമായിരുന്നില്ല. എന്നാൽ പ്രവാചകന്മാരും ദൈവനിയോഗിതരും എതിർക്കപ്പെടുകയും അവരുടെ അധ്യാപനങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യാനുള്ള കാരണം ആ പരിശുദ്ധ അസ്തിത്വങ്ങളുടെ നിയോഗത്തിന് നിമിത്തമായ കാലഘട്ടമാണ്. ജനങ്ങളിൽ കുഴപ്പങ്ങളുടെയും നീചകൃത്യങ്ങളുടെയും മഹാസാഗരം ഒഴുകുകയും എല്ലാവിധ ദുഷ്പ്രവൃത്തികളിലും തിന്മകളിലും അകപ്പെടുത്തിക്കൊണ്ട് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ദൈവികാനുഗ്രഹങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. സദ്ഗുണങ്ങളുടെ അന്തസത്തയെ അത് അടിച്ചമർത്തുന്നു. നീചവൃത്തികൾ അവയുടെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നതിനാൽ എല്ലാ പൂർണ്ണതകളെയും പിൻപറ്റുന്ന മനുഷ്യൻ്റെ ആന്തരിക പ്രകൃതിയും തിന്മയുടെ വഴിയിലേക്ക് മടങ്ങുന്നു. പ്രാരംഭദശയിൽ പ്രവാചകന്മാരും ദൈവനിയോഗിതരും എതിർക്കപ്പെടുന്നതിലും അവരുടെ അധ്യാപനങ്ങൾ അവഗണിക്കപ്പെടുന്നതിലും അടങ്ങിയിരിക്കുന്ന തത്വരഹസ്യമാണിത്. ഒടുവിൽ നന്മയുടെ ഈ ഉത്കൃഷ്ട മാതൃകളിലേക്ക് ശ്രദ്ധ തിരിക്കപ്പെടുന്ന ഒരു സമയം സമാഗതമാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു വല്ലാഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൽഫൂസാത്ത് വാള്യം 1 പേജ് 196 മുതൽ 198 വരെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.